അങ്ങനെ ദേവൂട്ടിയെ കണ്ട ഹരി ദേവൂട്ടിക്കരികിലെത്തി. ദേവൂട്ടിയോട് ജയകൃഷ്ണനും അവളുമായി എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു. എന്നാൽ അവർ തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നായിരുന്നു അവൾ പറഞ്ഞത്. എന്നാൽ ഇവിടെ പിന്നെന്തേ തിരിച്ച് ചെമ്പകശ്ശേരിയിലേക്ക് പോകാത്തതെന്ന് ഹരിയുടെ ചോദ്യത്തിന് മുന്നിൽ ദേവൂട്ടി നിശബ്ദയായി. മാത്രമല്ല, ജയകൃഷ്ണനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ഇരിക്കാൻ കഴിയില്ലെന്ന് പറയാറുള്ള ദേവൂട്ടി ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞില്ലേ എന്നും എന്നിട്ടെന്തേ ജയകൃഷ്ണൻ ഇവിടേക്ക് വരാഞ്ഞതെന്നും ചോദിക്കുന്നു. അതോടെ ഹരിക്കു മുന്നിൽ ദേവൂട്ടി ശരിക്കും പെട്ടുപോകുന്നു. അതേ തുടർന്ന് വിവാഹം കഴിഞ്ഞ് ചെമ്പകശ്ശേരിയിൽ കാൽകുത്തിയ നാൾ മുതൽ അവിടെ നിന്നും തിരിച്ച് ഇറങ്ങിയ നിമിഷം വരെ അവൾ അനുഭവിച്ചിട്ടുള്ളതും ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും ദേവൂട്ടി ഹരിനാരായണനെ തൻ്റെ ഒരു സഹോദരനായി കണ്ട് അവനോട് തുറന്നു പറയുന്നു. ഒപ്പം ഇപ്പോൾ അവർക്കിടയിൽ നടന്നതും ജയകൃഷ്ണനോട് പറയാത്തതുമായ ആ കാര്യങ്ങളും അവൾ ഹരിയോട് പറയുന്നു. അത് കേട്ടുനിന്ന ഹരി ദേവൂട്ടി പറഞ്ഞ അല്ല അവൾ ഇതുവരെ ജയകൃഷ്ണൻ്റെ വീട്ടിൽ അനുഭവിച്ച ആ പീഡന കഥകൾ കേട്ട് ഞെട്ടിത്തരിച്ചുപോയി. ഒപ്പം അവൻ്റെ മനസ്സ് കുറ്റബോധത്താൽ നീറി. കാരണം അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ദേവൂട്ടിക്കുണ്ടായ അല്ല അവൾ അനുഭവിച്ച ഈ ദുരവസ്ഥകൾക്ക് കാരണക്കാരിലൊരാൾ താൻ കൂടിയായിരുന്നില്ലേ. കൂട്ടുകാരൻ്റെ ഇഷ്ടത്തിനൊപ്പം നിന്നപ്പോൾ പാവം അവളെപ്പറ്റിയും അവളുടെ കുറവുകളെപ്പറ്റിയും താൻ അത്ര കണ്ട് ചിന്തിച്ചിരുന്നില്ല. അതാണ് സത്യം. എല്ലാ കാര്യങ്ങളും ഹരിയോട് പറഞ്ഞു കഴിഞ്ഞതും ദേവൂട്ടിയുടെ മനസ്സിന് അല്പം ആശ്വാസം തോന്നി. തുടർന്ന് അവൾ ഇക്കാര്യങ്ങളൊന്നും ഇവിടെയുള്ളവരോ ജയകൃഷ്ണനോ അറിയരുതെന്നും അവരോട് പറയരുതെന്നും പറയുന്നു. ഒപ്പം ഹരിയെക്കൊണ്ട് തൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ തൊട്ട് ഇക്കാര്യങ്ങൾ ആരോടും പറയില്ല എന്ന് സത്യവും ചെയ്യിക്കുന്നു. ഹരിയെക്കൊണ്ട് ദേവൂട്ടി അങ്ങനെയൊരു സത്യം ചെയ്യിച്ചതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, ജയകൃഷ്ണനും ഹരിയുമായിട്ടുള്ള ആ ഒരു ആത്മാർത്ഥ ബന്ധം, അതിൻ്റെ ആഴവും ഒപ്പം ഒരു സഹോദരിയോടെന്ന പോലെ തന്നോടുള്ള ഹരിനാരായണൻ്റെ സ്നേഹവും കരുതലും. ഇത്രയുമായിരുന്നു അവളെക്കൊണ്ട് അങ്ങനെയൊരു കാര്യം ചെയ്യിപ്പിച്ചത്. തുടർന്ന് എല്ലാം കേട്ടുകഴിഞ്ഞ ഹരി അവൾ പറഞ്ഞ ഇക്കാര്യങ്ങളൊന്നും തന്നെ ആരും ഒരിക്കലും അറിയില്ലെന്നും അവൾക്ക് ഉറപ്പ് നൽകുന്നു. ഒപ്പം ദേവൂട്ടിക്ക് ഇനി എന്താവശ്യത്തിനും ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് താൻ ഉണ്ടാകുമെന്നും അവൾക്ക് വാക്കുകൊടുക്കുന്നു. കൂടാതെ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം കുഞ്ഞുമായി വേണം ജയകൃഷ്ണന് മുന്നിൽ ചെല്ലേണ്ടതെന്നും അതുവരെ എന്ത് സംഭവിച്ചാലും ചെമ്പകശ്ശേരിയിലേക്ക് പോകരുതെന്നും പറയുന്നു ഹരി. അങ്ങനെ ദേവൂട്ടിയെ സമാധാനപ്പെടുത്തുകയും അവളുടെ ഏതൊരാവശ്യത്തിനും ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് താൻ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്ന ഹരിയുടെ താൻ മനസ്സിൽ സംശയിച്ചതുപോലെ തങ്ങളുടെ രണ്ടാളുടെയും ഒന്നിച്ചു നിൽക്കുന്ന ആ ഫോട്ടോകളും കത്തും കണ്ടതിനെച്ചൊല്ലി ജയകൃഷ്ണനുമായി വഴക്കടിച്ച് പിണങ്ങിയായിരുന്നില്ല ദേവൂട്ടി വന്നിരിക്കുന്നത് എന്നു മനസ്സിലായി. മറിച്ച് ക്രൂരയായ ആ ഒരു കൂട്ടം മനുഷ്യമൃഗങ്ങളിൽ നിന്നും തൻ്റെ ഉദരത്തിൽ വളരുന്ന സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കുന്നതിനു വേണ്ടിയായിരുന്നു ആ സാധു മിണ്ടാപ്രാണി തൻ്റെ ജീവനേക്കാൾ കൂടുതലായി സ്നേഹിക്കുന്ന ഭർത്താവിനെ പോലും ഉപേക്ഷിച്ച് വന്നിരിക്കുന്നത്. പാവം ദേവൂട്ടി. എന്നിട്ടോ ആ പാപത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പേരോ വഴിപിഴച്ചവളെന്നും ദുഷ്ടയെന്നും. വെറുതെയല്ല ആ ക്രൂരയായ സ്ത്രീ തന്നെ കണ്ടപ്പോൾ തന്നെ തൻ്റെ മേലേക്ക് ചാടി വീണത്. ഇനിയും ദേവൂട്ടിയെ ജയകൃഷ്ണൻ തിരിച്ചു വിളിച്ചുകൊണ്ടു വരുമെന്ന് ഭയന്ന് ആ കുറ്റം തനിക്കുമേൽ ചാർത്തിത്തരാൻ വേണ്ടി ആയിരുന്നു. എന്നാൽ ഈ സത്യങ്ങളൊന്നും അറിയാതെയാണ് ജയകൃഷ്ണൻ തന്നെയും ദേവൂട്ടിയെയും സംശയിക്കുന്നതും അതിൻ്റെ പേരിൽ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നതും. എന്തു ചെയ്യാം, തൽക്കാലം ഇതെല്ലാം നിശബ്ദമായി നിന്ന് കാണുക മാത്രം തനിക്ക് മുന്നിൽ ഇപ്പോഴുള്ള ഒരു മാർഗം. പിന്നെ തനിക്ക് ദേവൂട്ടിയോടുണ്ടായിരുന്ന ആ ഒരു ഇഷ്ടം അത് ദേവൂട്ടി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് തനിക്കിപ്പോഴുള്ള ഒരു ഏക ആശ്വാസം. എന്നാൽ ഇവിടെ ഹരിയുടെ ആ സമാധാന വാക്കുകളും അവനൊപ്പമുണ്ടാകുമെന്ന ഉറപ്പും കേട്ടതോടെ ദേവൂട്ടിയുടെ മനസ്സിൽ തൻ്റെ സങ്കടങ്ങൾ പറയാനും തനിക്കൊപ്പം നിൽക്കാനും ഒരാളുണ്ടെന്ന സന്തോഷവും അതിലധികം സമാധാനവുമായിരുന്നു. എന്നാൽ അവളുടെ ആ സമാധാനത്തിനും സന്തോഷത്തിനും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. കാരണം എല്ലാ നാട്ടിലും നടക്കാറുള്ളതുപോലെ ഇവിടെയും സദാചാരക്കാരുടെ കാഴ്ചയുടെ പ്രശ്നവും സദാചാരക്കാരായ
നാട്ടുകാരുടെ കാഴ്ചയുടെ പ്രശ്നവും ചിന്താശേഷിയുടെ തകരാറും നാക്കിൻ്റെ നീളവുമായിരുന്നു ആ കാരണങ്ങൾ. എന്നുവെച്ചാൽ ദേവൂട്ടി ഹരിനാരായണനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞതോടെ അവളുടെ എന്താവശ്യത്തിനും ഏതു സമയത്തും ഹരിനാരായണൻ അവൾക്കൊപ്പം മുന്നിൽ തന്നെയുണ്ടായിരുന്നു. അവളെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് കൊണ്ടുപോകുന്നത് തുടങ്ങി അവൾ എന്തൊരു പറഞ്ഞാലും അവൻ അതുപോലെ അവളെ സഹായിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് എന്താ ആവശ്യം വന്നാലും അവൾ ആദ്യം വിളിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും ഹരിയോടായിരുന്നു. ഒരു സഹോദരനായി കണ്ട് ഹരിക്കൊപ്പം നടക്കുമ്പോൾ അവൾക്ക് അത് വല്ലാത്തൊരു തരം ധൈര്യം തന്നെയായിരുന്നു. എന്നാൽ ഇവിടെ ചെമ്പകശ്ശേരിയിൽ നിന്നും ദേവൂട്ടി കൃഷ്ണപുരത്ത് വന്നിട്ട് ഇപ്പോൾ ഇത് മാസം 3 കഴിഞ്ഞിരിക്കുന്നു. അവൾ ഇവിടേക്ക് വന്നിട്ട് ഒരിക്കൽ പോലും ഒന്ന് കാണാൻ വരികയോ ഫോൺ വിളിച്ച് അവളെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുകയോ ചെയ്തിരുന്നില്ല അവൻ. അതിനാൽ ദേവൂട്ടിക്ക് നല്ല വിഷമമാണ് തോന്നിയത്. ആ വിഷമം മനസ്സിൽ അങ്ങനെ കിടക്കെ ഓരോ ദിവസം കഴിയുന്തോറും അതിൻ്റെ ആക്കവും കൂടിക്കൊണ്ടേയിരുന്നു. ഇന്നിപ്പോൾ ദേവൂട്ടിയുടെ മനസ്സിൽ ഒരുതരം വാശിയായി മാറി അത്. ആ വാശിയിൽ ജയകൃഷ്ണൻ അവളെ കാണാൻ വരാതെ ചെമ്പകശ്ശേരിയിലേക്ക് തിരിച്ചൊരു പോക്ക് ഉണ്ടാകില്ല എന്ന ഒരു പുതിയ തീരുമാനം എടുപ്പിച്ചു അത്. എന്നാൽ ചെമ്പകശ്ശേരിയിൽ നിന്നും ദേവൂട്ടി പടിയിറങ്ങിയതോടെ തകർന്നു പോകുന്ന ജയകൃഷ്ണൻ്റെ പുതിയ ജീവിതത്തെക്കുറിച്ചുണ്ടോ ദേവൂട്ടി അറിയുന്നു. അങ്ങനെ ഒരേ മനസ്സും ശരീരവുമായും ജീവിതം തുടങ്ങിയ ദേവൂട്ടിയും ജയകൃഷ്ണനും ഇപ്പോൾ ആരുടെയൊക്കെയോ ആജ്ഞകൾക്കും ചാബല്യങ്ങൾക്കും വിധേയമായി തീർന്ന് അടിമപ്പെട്ട് ജീവിക്കുകയാണ്. അവരുടെ ഈ ജീവിതം അതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അവർക്ക് ഇരുവർക്കും അറിയില്ല താനും. ഒരു നിമിഷം പോലും തന്നെ കാണാതിരിക്കാൻ കഴിയാത്ത അവളുടെ ജയേട്ടൻ 2 ദിവസം കഴിയുമ്പോൾ അവളെ കാണാൻ വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷയിൽ അവൾ ഓരോ ദിവസവും തള്ളി നീക്കി. എന്നാൽ ദിവസങ്ങൾ മുന്നോട്ട് പോയതല്ലാതെ ഒരിക്കൽ പോലും അവൻ ഒന്ന് വരികയോ ഒരു ഫോൺ കോളെങ്കിലും ചെയ്യുകയോ ചെയ്തിരുന്നില്ല. അതോടെ താൻ വല്ലാതെ ഒറ്റപ്പെട്ടതുപോലെ തോന്നി അവൾക്ക്. ആ തോന്നൽ അവളുടെ മനസ്സിനെ ശരിക്കും തളർത്തി. അങ്ങനെ മനസ്സുകൊണ്ടാകെ തളർന്നു പോകുന്ന അവൾക്ക് ഊണും ഉറക്കവും ഒന്നുമില്ലാതെയായി. അവളുടെ ആ വിഷമവും കണ്ട് അയ്യർക്കും ലക്ഷ്മിക്കും വിഷമമായി. അവർ ജയകൃഷ്ണനെ പലതവണ ഫോൺ ചെയ്യാൻ തുടങ്ങിയെങ്കിലും ദേവൂട്ടി അതിന് അവരെ അനുവദിച്ചിരുന്നില്ല. എന്നാൽ ഇടയ്ക്ക് പലതവണ ദേവൂട്ടി അറിയാതെ അയ്യരും അനുജത്തിമാരും ജയകൃഷ്ണനെ ഫോൺ ചെയ്തുവെങ്കിലും ആ ഫോൺ ബെല്ലടിച്ച് നിന്നതല്ലാതെ ജയകൃഷ്ണൻ കോൾ അറ്റൻഡ് ചെയ്തിരുന്നില്ല. അതോടെ അവർ ആ ശ്രമം ഉപേക്ഷിച്ചു. തുടർന്ന് ദേവൂട്ടിയോട് നേരിട്ട് തന്നെ ചെമ്പകശ്ശേരിയിലേക്ക് പോകാമെന്നും അവർ രണ്ടാളും കൂടി അവളെ അവിടെ കൊണ്ടുചെന്നാക്കാമെന്നും പറയുന്നു. പക്ഷേ ദേവൂട്ടി അതിനും തയ്യാറായിരുന്നില്ല. അതോടെ അയ്യർ ജയകൃഷ്ണൻ ദേവൂട്ടിയെ കാണാൻ ഇവിടേക്ക് വരാത്തതിൻ്റെയും ദേവൂട്ടി തിരികെ ചെമ്പകശ്ശേരിയിലേക്ക് മടങ്ങി പോകാത്തതിൻ്റെയും കാരണം എന്താണെന്നും അവർ ഇരുവരും തമ്മിൽ വഴക്കോ പിണക്കമോ ഉണ്ടായോ എന്നും ചോദിക്കുന്നു. എന്നാൽ അയ്യരുടെ ആ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായൊരു മറുപടി പറയാതെ ദേവൂട്ടി നിശബ്ദയായി നിന്നു. അതോടെ ദേവൂട്ടിക്ക് മുന്നിൽ തോറ്റുപോകുന്നു അയ്യർ. എന്നാൽ ഈ സമയം ദേവൂട്ടി ഇപ്പോൾ താൻ തിരിച്ചു പോകുന്നില്ല എന്നും തനിക്കവിടേക്ക് പോകാൻ സമയമാകുമ്പോൾ താൻ സ്വയം അവിടേക്ക് പോയിക്കൊള്ളാമെന്നും പറയുന്നു. അതോടെ അയ്യരും മറ്റുള്ളവരും അവർക്ക് മുന്നിൽ നിശബ്ദരായി തീർന്നു. എന്നാൽ ഇടയ്ക്ക് അയ്യർ ജയകൃഷ്ണനെ കാണാൻ പോകാൻ തയ്യാറാകുന്നു. എന്നാൽ ദേവൂട്ടി അതിനെ അനുവദിച്ചിരുന്നില്ല. അതോടെ അയ്യർക്ക് അതിൽ നിന്നും പിന്മാറേണ്ടി വന്നു. അങ്ങനെ അയ്യർക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ ആ 4 ജീവനുകൾ മുന്നോട്ട് ജീവിച്ചു തുടങ്ങി. ഇതിനിടെ ദേവൂട്ടിക്കുള്ള ചികിത്സ തേടിയത് അവിടെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു. അയ്യർക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിലായിരുന്നു ദേവൂട്ടിയുടെ ചികിത്സയും ഭക്ഷണവും മരുന്നുമെല്ലാം നടന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ദിവസങ്ങൾ ഓരോന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ എന്തു കാരണത്താലാണെങ്കിലും താൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ദേവൂട്ടിയുടെ മനസ്സിൽ തന്നെ അന്വേഷിച്ച് ജയകൃഷ്ണൻ വരുമെന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു തവണയെങ്കിലും ജയകൃഷ്ണൻ തന്നെ അന്വേഷിച്ചു വരാത്തതിൽ ദേവൂട്ടിക്ക് വലിയ വിഷമവും തോന്നുന്നു. അവളുടെ ആ തോന്നൽ പതിയെ ജയകൃഷ്ണനോട് ദേഷ്യവും ഒരുതരം വാശിയുമായി അവളുടെ മനസ്സിൽ തോന്നി തുടങ്ങുന്നു. ആ വാശി പതിയെ വല്ലാത്തൊരു തരം വൈരാഗ്യമായി തീർന്നു. അതോടെ ദേവൂട്ടിയുടെ മനസ്സിൽ തനിക്കും കുഞ്ഞിനും എന്തു വന്നാലും ജയകൃഷ്ണനെ അതൊന്നും തന്നെ അറിയിക്കില്ല എന്ന് മാത്രമല്ല അവളെയും കുഞ്ഞിനെയും ജയകൃഷ്ണൻ വന്ന് വിളിക്കാതെ ജയകൃഷ്ണനൊപ്പമുള്ള ഒരു ജീവിതം
മടങ്ങിപ്പോക്കും ഉണ്ടാകില്ല എന്നും തീരുമാനിച്ചുറപ്പിക്കുന്നു. പക്ഷേ ഇക്കാര്യങ്ങൾ അവൾ മറ്റാരോടും തന്നെ പറഞ്ഞിരുന്നില്ല. എന്നാൽ ദേവൂട്ടി അങ്ങനെയൊരു തീരുമാനമെടുത്തിരിക്കെയാണ് പെട്ടെന്നത് സംഭവിച്ചത്. അത് മറ്റൊന്നുമായിരുന്നില്ല. ഒരു രാത്രി അയ്യർക്ക് സുഖമില്ലാതെയാകുന്ന അയ്യരെ അടുത്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. തുടർന്ന് അവിടെ നടത്തിയ ചെക്കപ്പിൽ നിന്നും അയ്യർക്ക് അറ്റാക്ക് എന്നായിരുന്നു മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനിയൊരു വേദന വരുന്നതിന് മുമ്പേ എത്രയും വേഗം തന്നെ ഓപ്പറേഷൻ നടത്തിയില്ല എങ്കിൽ ആ ജീവൻ തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതുന്നു. എന്നാൽ അത് കേട്ട ലക്ഷ്മിയമ്മ ഡോക്ടറോട് അങ്ങനെയെങ്കിൽ എത്രയും വേഗം ഓപ്പറേഷൻ നടത്താമെന്ന് പറയുന്നു. അതോടെ ഡോക്ടർ ഇത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണെന്നും ഇത്രയും വലിയ ഓപ്പറേഷൻ നടത്താനുള്ള സംവിധാനങ്ങൾ ഇവിടെ കുറവാണെന്നും അതിനാൽ പുറത്തെ സ്വകാര്യ ആശുപത്രിയിലോ അതുമല്ലെങ്കിൽ ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജുകളിലോ കൊണ്ടുപോയാൽ മാത്രമേ ഓപ്പറേഷൻ നടത്താൻ കഴിയുകയുള്ളൂവെന്നും അതിനായി അല്പം പണച്ചെലവുണ്ടെന്നും പറയുന്നു. എന്നാൽ ഇവിടെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടുനിന്ന ലക്ഷ്മിയമ്മാളിൻ്റെ മനസ്സിൽ ഒരു ദിവസത്തെ വീട്ടുചെലവിനു തന്നെ ബുദ്ധിമുട്ടുന്ന തങ്ങൾക്ക് ഇത്രയും പണം അത് എവിടെ നിന്ന് കണ്ടെത്താനാകുമെന്നറിയാതെ അവർ നിന്ന് വിഷമിച്ചു. പിന്നീട് അവരുടെയെല്ലാം ചിന്തയും വേദനയും അതായിരുന്നു. പണം കണ്ടെത്തിയില്ല എങ്കിൽ അയ്യരുടെ ജീവന് ആപത്താണ്. അങ്ങനെ ആ കുടുംബം വല്ലാത്തൊരു തരം വിഷമാവസ്ഥയിലായിത്തീരുന്നു. ഒടുവിൽ അയ്യരുടെ ഓപ്പറേഷനുള്ള പണം ദേവൂട്ടി തീരുമാനിച്ചാൽ റെഡിയാക്കാമെന്നും ലക്ഷ്മിയമ്മാൾ ദേവൂട്ടിയോട് പറയുന്നു. അത് കേട്ട ദേവൂട്ടി ലക്ഷ്മിയമ്മാളിനോട് താൻ തീരുമാനിച്ചാൽ ഇത്രയും പണം എവിടെ നിന്നും കണ്ടെത്താൻ കഴിയുമെന്ന് ചോദിക്കുന്നു. അതോടെ ലക്ഷ്മിയമ്മാൾ ദേവൂട്ടിയോട് കാര്യം പറഞ്ഞു. ദേവൂട്ടി മടങ്ങി ചെമ്പകശ്ശേരിയിലേക്ക് മടങ്ങുക. അവിടെ ചെന്ന് ജയകൃഷ്ണനോട് കാര്യങ്ങൾ പറഞ്ഞാൽ ജയകൃഷ്ണൻ തങ്ങളെ സഹായിക്കാതിരിക്കില്ല എന്ന് പറയുന്നു. അവർ അത് പറയുമ്പോൾ അവരുടെ മനസ്സിൽ താൻ ഈ പറയുന്നതും ചെയ്യുന്നതും തൻ്റെ മാനത്തിന് ചേർന്നതല്ലെന്നും എന്നാൽ തൻ്റെ ഭർത്താവിൻ്റെ ജീവന് മുന്നിൽ ഇതൊന്നും തനിക്ക് ഒന്നുമല്ലാതായി തീർന്നിരിക്കുകയാണെന്നും ആ പാവം സ്ത്രീക്ക് അറിയാമായിരുന്നു. എന്നാൽ ദേവൂട്ടിയുടെ നിലപാടാകട്ടെ മറ്റൊന്നായിരുന്നു. എന്ത് സംഭവിച്ചാലും ദേവൂട്ടി അവിടേക്ക് പോകില്ലെന്നും മാത്രമല്ല ജയകൃഷ്ണനോട് പണം ആവശ്യപ്പെടുകയില്ല എന്നും തീർത്തു പറയുന്നു. അതോടെ ലക്ഷ്മിയമ്മാളും ദേവൂട്ടിയും തമ്മിൽ അതിൻ്റെ പേരിൽ സംസാരങ്ങളും പിണക്കങ്ങളും ഉണ്ടാകുന്നു. പിന്നീട് പോകെ അവർ തമ്മിലുള്ള ആ സംസാരവും വഴക്കും പതിവായി. ദേവൂട്ടിയെ മോളെ എന്ന് തീർത്തും വിളിച്ചിട്ടില്ലാത്ത ലക്ഷ്മിയമ്മാൾ ഇപ്പോൾ ദേവൂട്ടിയെ ഒരു ശത്രുവിനെ പോലെയായിരുന്നു കണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായി ലക്ഷ്മിയമ്മാൾ അവൾ ഭക്ഷണം കഴിക്കുന്നതിന് പോലും കണക്കുകൾ പറയാൻ തുടങ്ങി. എന്നാൽ അത് കേൾക്കുന്ന അയ്യർ ലക്ഷ്മിയമ്മാളിനെ ശകാരിക്കുന്നു. എന്നാൽ അത് കേൾക്കുന്ന ലക്ഷ്മിയമ്മാൾ അയ്യരെ തിരിച്ച് ശകാരിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് അയ്യർക്ക് സുഖമില്ലാതായതോടെ അയ്യർ സംഗീതം പഠിപ്പിക്കാൻ പോകുന്ന ആ ഒരു ജോലിയും നിർത്തിവെക്കുന്നു. അതോടെ ആ വീട് പട്ടിണിയിലേക്ക് പോയിത്തുടങ്ങി. മാത്രമല്ല അശ്വതിയും അപർണയും അവരുടെ പഠിത്തവും നിർത്തി. ക്ഷേത്രത്തിലേക്ക് പൂമാല കെട്ടിക്കൊടുക്കാൻ തുടങ്ങി. അവർക്ക് സഹായത്തിനായി ലക്ഷ്മിയമ്മാളും ഉണ്ടായിരുന്നു. പൂമാല കെട്ടി വിറ്റ് കിട്ടുന്ന ശുദ്ധമായ പണം കൊണ്ട് വീട്ടുചെലവ് പോയിട്ട് അയ്യർക്കുള്ള മരുന്നിന് പോലും ആ പണം തികയുമായിരുന്നില്ല. അങ്ങനെ തങ്ങളുടെ ഇപ്പോഴത്തെ ദുരിതപൂർണമായ ജീവിതത്തിൽ മനംനൊന്ത ലക്ഷ്മിയമ്മാൾ ഇതിനെല്ലാം കാരണക്കാരി ദേവൂട്ടിയാണെന്ന് പറഞ്ഞ് അവളെ ശപിച്ചുകൊണ്ടേയിരുന്നു. അതോടെ ആർക്കും വേണ്ടാത്തവളായി തീർന്നു ദേവൂട്ടി. ഇതിനിടെ അവൾക്ക് ഒരാശ്വാസമായിരുന്നത് ഹരിയായിരുന്നു. എന്നാൽ ആ നാട്ടിലും അവരുടെ അഗ്രഹാരത്തിലുമുള്ള ചില സദാചാരക്കാരുടെ അർത്ഥം വച്ചുള്ള സംസാര രീതികളും കളിയാക്കലുകളും കേട്ട് ഹരിയുടെ വീട്ടുകാർ വന്ന് അയ്യരെയും കുടുംബത്തെയും കണക്കറ്റ് ശകാരിക്കുന്നു. അതേ തുടർന്ന് അവർ അവിടെ നിന്നും പോയ ദിവസം രാത്രി ലക്ഷ്മിയമ്മാൾ ദേവൂട്ടിയെ അവൾ ഗർഭിണിയായ ഒരു പെൺകുട്ടിയാണെന്ന് പോലും മറന്ന് ഇതുവരെ അവരുടെ മനസ്സിൽ അടക്കി നിർത്തിയ രോഷത്താൽ അന്നാദ്യമായി ദേവൂട്ടിയുടെ കരണത്തെ ആഞ്ഞുതല്ലി. ഒപ്പം അവളോട് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാനും പറയുന്നു. കൂടാതെ അതിനൊക്കെ പുറമെയായി മറ്റൊന്നുകൂടി അവർ ദേവൂട്ടിയോട് തറപ്പിച്ചു പറയുന്നു. ലക്ഷ്മിയമ്മാൾ പറഞ്ഞ ആ ഒരു കാര്യം ദേവൂട്ടിയുടെ ഹൃദയത്തെ പോലും തകർത്തുകളഞ്ഞു. ആ ഒരു നിമിഷം അവൾ നിന്ന ഭൂമി പിളർന്ന് അവൾ അതിനുള്ളിലേക്ക് ആണ്ടുപോയതുപോലെ തോന്നിപ്പോയി.
തന്നെ തല്ലിയതിനേക്കാൾ വിഷമം തോന്നിയത് അവൾക്ക് ആ വാക്കുകൾ കേട്ടപ്പോഴായിരുന്നു. ദേവൂട്ടിയുടെ മനസ്സിനെ തകർത്തിക്കൊണ്ട് ലക്ഷ്മിയമ്മാൾ അവളോട് പറഞ്ഞ ആ ഒരു കാര്യം അത് മറ്റൊന്നുമായിരുന്നില്ല. ദേവൂട്ടി അവൾ ലക്ഷ്മിയമ്മാൾ പ്രസവിച്ച അവരുടെ മകളല്ല എന്ന സത്യം. വർഷങ്ങളായി അയ്യരും ലക്ഷ്മിയമ്മാളും അവരുടെ മനസ്സിൽ ആരുമറിയാതെ ഒതുക്കിക്കൊണ്ടു നടന്ന ആ വലിയ സത്യം ഇന്നാദ്യമായി അവർക്ക് ദേവൂട്ടിയോട് പറയേണ്ടി വന്നു. അതും ആരാണോ ഈ സത്യം അറിയരുതെന്ന് അവർ ആഗ്രഹിച്ചിരുന്നത് ആ ആളോട് തന്നെ അവർക്കത് പറയേണ്ടതായി വന്നു. അതെ, ദേവൂട്ടി ലക്ഷ്മിയമ്മാളിൻ്റെയും അയ്യരുടെയും മകൾ അല്ല എന്ന സത്യം.